കേൾക്കട്ടെ. കർത്താവിന്റെ ദിവസമോ കല്ലനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. എഫേസ്യർ 5:27. ചെവിയുള്ളവൻ കേൾക്കട്ടെ. സക്രിയാവ് 3:2-3-4. ഇതാ നിന്റെ ഹൃദയത്തിന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. എന്നൊരു കുറ്റം നിന്നെ പറ്റി പറവാനുണ്ട്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ശുഭ്രവസ്ത്രധാരികളല്ലാതെ ആരും പ്രിയന്റെ മുൻപിൽ നിൽക്കാൻ യോഗ്യരല്ല. ആകയാൽ കര, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ ശുദ്ധവും നിഷ്കളങ്കവുമായ സഭയെ ചേർക്കുവാൻ വേണ്ടി കാഹളധ്വനിയോട് കൂടെ നമ്മുടെ രാജാതി രാജാവ് മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് 1:13-16 വരെ. പ്രിയരെ, 7 പൊൻവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാനത്ത് പൊൻകച്ച കെട്ടിയവനായി പഞ്ഞു പോലെ ഹിമത്തോളുമുള്ള വെള്ളോട്ടിന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാലും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദവും 7 നക്ഷത്രങ്ങൾ കൈകളിലേന്തി സൂര്യശോഭ പോലെ പ്രകാശിക്കുന്ന മുഖവും ഉള്ള നമ്മുടെ നീതി സൂര്യനായ കർത്താവിനെ വരവേൽക്കാൻ വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ കരിതിരികളെ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണ നിറച്ച് ഒരുങ്ങിക്കൊള്ളുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ടാബ്ലോ ഉപസംഹരിക്കുന്നു.